Dakachingrum tang Doan Arnamo Somar Afan Baida ke Croya Song Pen Puthod ke Wang Thuji Jisu Christo Men Pen Cardon Chepi Bapranglo ഇപ്പോൾ കുറേ പ്രാവശ്യം ആയില്ലോ. അപ്പോൾ ചിലർക്കെങ്കിലുമൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രിയ സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തു, അല്ലെങ്കിൽ പറഞ്ഞു, അയൽ സഭകളിൽ നിന്നൊക്കെ അയൽ പ്രദേശത്ത് നിന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ കാണുവാനായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. സന്തോഷം. ആദ്യത്തെ ഒരു 10 വർഷത്തോളം ആരാധന കൂടി വരാനായിട്ടുള്ള സാവകാശമില്ല. ഏറ്റവും അടുത്തുള്ള പ്രാദേശിക സഭ 145 കിലോമീറ്റർ ദൂരെയായിരുന്നു. 2 ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ആമേൻ പറയാനായിട്ട് വന്യമൃഗങ്ങൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. 3 സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലുമെല്ലാം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവും ഭൂതഗണങ്ങളും മാത്രമേ ചുറ്റുമുണ്ടായിട്ടുള്ളൂ. എന്നാൽ ആ സമയങ്ങളിലൊക്കെ വളരെ ചുരുക്കം ചിലർ, അന്ന് വഴിയില്ലായിരുന്നു, വളരെ കഷ്ടപ്പെട്ട് അട്ടയുടെ കടിയും കൊണ്ട് നടന്നു വരുന്ന വഴിയിൽ പല പ്രാവശ്യം വീണ് മഴയൊക്കെ നനഞ്ഞ് വർഷത്തിൽ ഒരു തവണ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പാർക്കുന്ന ആ ബാംബു വില്ലയിൽ വരുമായിരുന്നു. ഇവ അങ്കിൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ കാണുവാനായിട്ട്, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, അതിൽ ചിലരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വന്നവരാ. ചിലരെയൊക്കെ അങ്ങനെ കാണുവാൻ പോകുന്നതും ഒന്നും കൊടുക്കൽ വാങ്ങലുകളില്ല എങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതുമൊക്കെ തന്നിരുന്ന ഊർജം വളരെ വലുതാണ്. അതിവിടെയുള്ള ദൈവജനത്തിന് മനസ്സിലാകുമോ? I don't know. മരുഭൂമിയിൽ ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ മരുഭൂമിയിലാണ് മന്നയ്ക്ക്, പൂരിപ്പിക്കാമോ? മരുഭൂമിയിലാണ് മന്നയ്ക്ക് രുചി. കനാൻ നാട്ടിൽ പ്രവേശിച്ച ആദ്യ നാൾ മുതൽ യഹോവയാൻ ദൈവം മന്നയുടെ പ്രൊവിഷൻ, അതിന് മുന്നമേ ഇസ്രായേൽ മക്കൾ പിറുപിറുത്ത് തുടങ്ങി. എന്തിന്? എന്ത് കഴിച്ച് എന്തിൻ്റെ ഊർജം കൊണ്ട് അതുവരെയും സഞ്ചരിച്ചോ അതേ മന്നയെ എക്സെട്രാ 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 നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, എന്നും അതേ ചെയ്തിട്ടുള്ളൂ. ഒരു കാര്യം കൂടി ദൈവജനത്തിൻ്റെ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളോട് പറയട്ടെ. ഇന്നലെ ഞാനിവിടെ പറഞ്ഞതാണ്, 21 വർഷം മുൻപ് കർത്താവ് എൻ്റെ 21ാം വയസ്സിൽ കേരളത്തിൽ നിന്ന് ഈ ലോകത്തിൽ ഏറ്റവും സാമാന്യ ജനം എന്ന് വിളിക്കാവുന്ന മംഗോളിയൻ വംശജരായ കാർബികളുടെ ഇടയിലേക്ക് എന്നെ കൊണ്ടുപോയതാണ്. ഈ കഴിഞ്ഞ 21 വർഷമായിട്ട് ഐ എം നോട്ട് എ കൺവെൻഷൻ സ്പീക്കർ, ഐ ആം നോട്ട് എ ബൈബിൾ പ്രൊഫസർ ഓർ എ സ്കോളർ. എന്നാൽ ദൈവം ആ കാട്ടിലായിരിക്കുമ്പോൾ തരുന്ന ചില ആലോചനകളും ഇന്നുവരെ തൻ്റെ അത്ഭുതകരമാവണ്ണം കരങ്ങളിൽ വഹിച്ച് കൃഷ്ണമണി പോലെ കാത്ത് നടത്തിയ വിധങ്ങളെയും പറ്റി പറയുവാനും അവൻ എന്നോട് അന്ന് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളെ ചിലത് ഓർമ്മപ്പെടുത്താനും മാത്രമുള്ള കഴിവേ എനിക്ക് ഉള്ളൂ. അപ്പോൾ
സാധാരണ അടിയനിതാ എന്നാണല്ലോ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കാറ്, സംസാരിക്കണമേ. ഞാൻ പറയും, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ, ദൈവമേ ഈ പൈതലിന് അങ്ങയുടെ വിവേകം, അങ്ങയുടെ വാക്കുകൾ അതങ്ങനെ തന്നെ പറയാനായിട്ടുള്ള വിവേകം നൽകി കൊടുക്കണമേ. പ്ലീസ് ആ പ്രാർത്ഥനയുടെ മോഡ് ഇത്തിരി ഇൻറ്റൻസിഫൈ ചെയ്യണം എന്നുകൂടി അപേക്ഷിക്കുന്നു. ഓക്കെ, ഇന്നലെ യോശുവ എന്ന കഥാപാത്രത്തെ പറ്റിയാണ് പറഞ്ഞത്. ഹോശയെ മോശെ യോശുവ എന്ന് നാമകരണം ചെയ്തു. ആ പേരിട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? രക്ഷ, യഹോവയാകുന്ന രക്ഷ. നമ്മളും നമ്മളുടെ മക്കൾക്കും കൊച്ചുമക്കളും ഒക്കെ പേരിടും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, വേർപാടുകാരുടെ മക്കളെ മാത്രം ഈ ഇന്ത്യ മഹാരാജ്യത്തിലൊന്ന് അവരുടെ പേരുകളെല്ലാം ഏതെങ്കിലും ഒരു ഈ കമ്പ്യൂട്ടറിലുള്ള ആപ്പിനോട് ചോദിച്ച് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു യഹൂദ കൂട്ടം പോലെ തോന്നും. കാരണം മിക്ക പേരുകളും ബൈബിളിൽ കാണുന്ന യഹൂദന്മാരുടെ പേരുകളാണ്. എനിവേ, ചിലരുടെയൊക്കെ അർത്ഥവും സ്വഭാവവും തമ്മിൽ കൊച്ചു യുവാക്കന്മാരവിടെ ഇരുന്ന് ചിരി തുടങ്ങി. ചിലരുടെയെങ്കിലും അർത്ഥവും നാമവും തമ്മിൽ യോജിക്കാറില്ല. എന്നാൽ യോശുവയുടെ ജീവിതത്തിൽ ജനിച്ചു വീണപ്പോൾ കിട്ടിയ പേരിനേക്കാൾ ദൈവവചനം രേഖപ്പെടുത്തിയത് മോശെ ഹോശയ എന്ന യുവാവിന് നൽകിക്കൊടുത്ത പേരാണ്. അതും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി. ഇതറിയണം. അപ്പൊ നാം ഒക്കെ ജനിച്ച് വീഴുമ്പോൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാരിടുന്ന ഒരു പേരുണ്ടാകാം. എന്നാൽ നമ്മുടെ ജീവിതത്തിലൂടെ ഈ ലോകം അറിയേണ്ടത് ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ എന്തായിരുന്നുവോ അതായിരിക്കണം. നാം ഇന്ന് പഠിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ യഹോവയാകുന്ന രക്ഷ എന്ന് മോശെ ഇട്ടുകൊടുത്ത യോശുവ എന്ന പേർ ഇസ്രായേൽ ജനം മോശയുടെ നിര്യാണത്തിന് ശേഷവും യോശുവയോട് സാക്ഷ്യപ്പെടുത്തുന്ന 1-2 സന്ദർഭങ്ങളുണ്ട്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഞങ്ങൾ മോശയെ അനുസരിച്ച പോലെ തന്നെ നിന്റെയും നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ അനുസരിക്കും. ഒരു കണ്ടീഷൻ അവർ വെക്കുന്നുണ്ട്. യഹോവ മോശയുടെ കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെയും ഇരുന്നാൽ മതി. എന്തൊരു വലിയ തിരിച്ചറിവായിരുന്നു ജനത്തിൻ്റെ. എന്താ തിരിച്ചറിഞ്ഞത്? യോശുവയുടെ കൂടെ ജീവനുള്ള ഏക സത്യ ദൈവം അവൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നലെ വലിയ ഒരു നിസി ഒക്കെ നാട്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോയത്. യഹോവ നിസി. അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെയാണ് നാം ആദ്യമായിട്ട് യോശുവയെ കാണുന്നത്. അമാലേഖ് എന്ന ജാതിയെ രഫീദീം താഴ്വരയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ മോശ എഴുതി വച്ചിരിക്കുന്നത് പോലെ യോശുവ വാളിൻ്റെ വായ്ത്തലയാൽ അവരെ സംഹരിച്ചു. മോശയോട് യഹോവ പറഞ്ഞു, നീ ഇതൊക്കെയും ഒരു പുസ്തകത്തിൽ എഴുതി പോരാ, യോശുവയെ അത് കേൾപ്പിക്കണം. എന്നിട്ടൊരു യാഗപീഠം പണിതു. അവിടെ ഒരു കൊടി നാട്ടി യഹോവ നിസി എന്ന പേരിട്ടു. ഇവിടെയാണ് ആ ചെറുപ്പക്കാരൻ്റെ തുടക്കം. നമുക്ക് പുറപ്പാട് പുസ്തകം
32 അധ്യായത്തിലേക്ക് വരാം. വളരെ സുപരിചിതമാണ് ഇതൊക്കെ. സുപരിചിതമല്ല, വളരെ സുപരിചിതമാണ് ഈ വാക്യങ്ങളൊക്കെ, ഈ അധ്യായം, ഈ പശ്ചാത്തലം. യോശുവയെ പറ്റി ഒരു വാചകം മാത്രമേ ഈ അധ്യായത്തിൽ എഴുതിയിട്ടുള്ളൂ, ഒരേ ഒരു വാചകം. എന്നാൽ അത് വലിയൊരു തിരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിക്കുന്ന വാചകമാണ്. അതിലേക്ക് വരുന്നതിന് മുൻപ് നീ ഇത് ഒരു പുസ്തകത്തിൽ എഴുതി അത് യോശുവയെ കേൾപ്പിക്കുക എന്ന് പറഞ്ഞു. ഞാനപ്പോൾ സൂചിപ്പിച്ചു ഇന്നലെ സന്നിഹിതരായിരുന്ന ദൈവജനത്തോട്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായി യഹോവ വിജയം നേടിത്തന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം, ഇല്ലേ? ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യം വ്യക്തിപരമായി നാം ഓരോരുത്തരും രുചിച്ചറിഞ്ഞ സന്ദർഭങ്ങൾ, ഇല്ലേ? ചില വിടുതലുകൾ, ചില വിജയങ്ങൾ, ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള കഴിവ്, ചില ഇതാകുന്നു ഇതിലേ എന്ന ശബ്ദം, ഇങ്ങനെയുള്ളതൊക്കെ ഞാനന്ന് ഓർമ്മിപ്പിച്ചു, ഇന്നും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മക്കളോടും കൊച്ചുമക്കളോടും ഇതൊക്കെ ഒന്ന് പങ്കിടുവാനായി സമയം കണ്ടെത്തണം. സത്യവേദ പുസ്തകത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ അബ്രാഹാം, മോശെ, ദാവീദ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് അവർ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് സത്യം. എന്നാൽ അവർ ചെറുപ്പം മുതൽ കണ്ടു വളരുന്ന അവരുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് പ്ലസ് അവരെ വളർത്തുന്ന ആത്മീയമായിട്ടുള്ള ഉപദേശങ്ങൾ പിച്ചവെച്ച് നടക്കുന്ന കാലം മുതൽ പറഞ്ഞു കൊടുക്കുന്നവരുടെ ജീവിതത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ ദയവ് ചെയ്ത് പങ്കുവയ്ക്കുവാൻ സമയം കണ്ടെത്തണമെന്ന് ഒരു കാട്ടുവാസി ഒന്നുകൂടി അപേക്ഷിക്കും. അതിനൊരു ഇപ്പു പിടിച്ച മീനിൻ്റെ ഒരു ഇപ്പു പിടിച്ച മീനും ഐസിട്ട മീനും ഫോർമാലിനിട്ട മീനും ഓക്കെ. ഞാൻ ഇത്തിരി ഫുഡ് ഡിപ്പാർട്ട്മെന്റ് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ഞാനൊരു 3 ഓപ്ഷൻ തരാം. നെയ്മീൻ. നെയ്മീൻ അറിയാലോ മകളെ, അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? നെയ്മീൻ എന്താ? കിങ് ഫിഷോ? നെയ്മീൻ എനിക്കറിയില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. കിങ് ഫിഷ്. ഓക്കെ, താങ്ക് യു, അതൊരു പുതിയ അറിവാ. ഓക്കെ, കിങ് ഫിഷ്. ചൂണ്ടക്കാര് പോയി പിടിച്ച് ഇപ്പോൾ കൊണ്ടുവന്ന കിങ് ഫിഷിനാണോ, ഇന്നലെ പിടിച്ച് ഐസിൽ സൂക്ഷിച്ച് ബോട്ട് വരുമ്പോൾ അടുക്കുന്ന കിങ് ഫിഷിനാണോ, ആന്ധ്രയിൽ നിന്ന് പിടിക്കപ്പെട്ട് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പിടിക്കപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും സ്ഥലത്തു നിന്ന് പിടിക്കപ്പെട്ട് 1 മാസം കഴിയുമ്പോൾ ഫോർമാലിനിട്ട് കിട്ടുന്ന കിങ് ഫിഷിനാണോ രുചി കൂടുതൽ? ഈ 3ഉം ഒരേ കടയിൽ അവൈലബിൾ ആണ് എങ്കിൽ ഏതായിരിക്കും ആദ്യം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ആഗ്രഹിക്കുകയോ ചെയ്യുക? ഫ്രഷ്. വചനത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കിക്കൊണ്ടല്ല ഞാനിത് പറയുന്നത്. വചനത്തിലുള്ള ദൈവദാസന്മാരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവനാണ് എന്നുള്ളത് ഈ തലമുറയ്ക്ക് രുചിച്ചറിയുവാൻ തക്കവണ്ണം ഫ്രഷായി അത് കൊടുക്കണമെന്നേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. അതിനൊരു കാരണം ഞാൻ പറയട്ടെ. ഒരു മകൻ ചെറുപ്രായത്തിലെ ബൈബിൾ വായിച്ചു തുടങ്ങുമ്പോൾ ഫോർ ഹിം നാം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ്റെ ബുദ്ധിയിലാണ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്.
എന്നാലൊന്ന് ചിന്തിക്കുക, ദാവീദിന്റെ വിശപ്പടക്കിയ ദൈവം ഇവിടെ ഇരിക്കുന്ന പലരുടെയും വിശപ്പ് അത്ഭുതകരമായി അടക്കിയിട്ടുണ്ട്, ഇല്ലേ? ആ ദൈവം തന്നെ അടിയങ്ങൾക്കായിട്ടും മോനെ നിന്റെ മമ്മിയുടെയും പപ്പയുടെയും ജീവിതത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് പറഞ്ഞു കൊടുത്ത് വളർത്തി നോക്കിയേ. ഞാൻ അങ്ങനെയാണ് വളർത്തുന്നത് ഒരു പക്ഷേ, ഐ ഡോണ്ട് നോ. രുചി കൂടും. ഒരു വാക്യം വായിക്കാം. ഓക്കെ, പശ്ചാത്തലം ജസ്റ്റ് ഒന്ന് പറയട്ടെ. ഈ അധ്യായത്തിൽ മോശ എവിടെയാണ്? പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക, കർത്താവ് പറഞ്ഞ ഓർഡർ അനുസരിച്ച്. ഓക്കെ, ജനം എവിടെയാ? കൂടാരങ്ങളിൽ. ഓക്കെ, അവരവിടെ കൂടാരങ്ങളിലാ. ഓക്കെ, മോശയുടെ കയ്യിൽ എന്തൊക്കെയാ ഉള്ളത്? കൽപ്പനകൾ. അതിൽ ദൈവത്തിന്റെ വിരലെഴുത്തായിട്ടുള്ള 10 കൽപ്പനകൾ. എത്ര കൽപ്പനകളുണ്ട്? 2. ഓക്കെ, അപ്പൊ ഈ വക്കീലന്മാരൊക്കെ ഓരോ കേസ് കഴിഞ്ഞ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ പിടിക്കുള്ളൂ എന്ന് തോന്നുന്നു. എന്തു ആവട്ടെ, ഇങ്ങനെ പിടിച്ചിട്ട് മോശ വരിക. എത്ര ദിവസം കഴിഞ്ഞ്? 40 രാവും 40 പകലും. So how many days? 40 days and 40 nights. All together how many days? ഇത് ഞങ്ങളെ ചെറുപ്പത്തിൽ യൂത്ത് ക്യാമ്പിൽ കുരുക്കിയിട്ടുള്ള ചോദ്യ. അന്ന് അവിടെ പ്രസംഗിച്ചത് ഒരു അങ്കിളായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. So all together it is 40 days and 40 nights. So is equal to how many days in total? ഞങ്ങൾ ഒന്നും ചിന്തിക്കാതെ പറഞ്ഞു 80 days. So it's not 80 days. 1 day is equal to 12 hours of light and 12 hours of darkness. നോർത്ത് ഈസ്റ്റിന്റെ ഇക്വേഷനിൽ പറഞ്ഞാൽ ഇപ്പോ വിന്ററിൽ 14 hours of night and 10 hours of darkness. 14 മണിക്കൂർ പകലും 10 മണിക്കൂർ രാത്രിയും. എനിവേ 24 മണിക്കൂറാണ് ഒരു ദിവസം. സോ 40 ദിവസം. ഓക്കെ, അപ്പൊ 40 ദിവസം മോശെ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ എങ്ങനെയായിരുന്നു അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഛായ? അതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അതൊന്നും പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം. ഈ ദൈവ സാന്നിധ്യത്തിൽ മാത്രം സമയം ചിലവഴിക്കുവാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഒരു യഹൂദനോട് ഇന്നും ചോദിച്ചാൽ അവൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് മന്ദിരത്തിൻ്റെ കിഴക്കേ വാതിലിലുള്ള ഒരു ഇരിപ്പിടമാണ്. A seat by the eastern wall. അവിടെ ഇരുന്നത് കൊണ്ട് എന്താ? രാവും പകലും ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നത്. ഇന്നും ഒരു യഹൂദൻ തൻ്റെ ഏറ്റവും വലിയ ഡിസയർ, സമ്പത്തായി കാണുന്ന കാര്യമാണ് ഞാനിപ്പോൾ ദൈവജനത്തോട് പറഞ്ഞത്. ഓക്കെ, മോശ അത് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വരിക. ഇപ്പൊ മോശ എവിടെയാണെന്ന് നാം പറഞ്ഞു. പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ജനം ഒരു സ്ഥലത്ത് ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവ തേജസ്സും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ 40 ദിവസം ചിലവഴിച്ചിട്ടുള്ള ആ പ്രഭയോടുകൂടി ഇറങ്ങി വരുന്നു. ദൈവം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കാര്യങ്ങൾ. ഇറങ്ങും തോറും ഈ പ്രഭ എന്ന് പറയുന്ന സാധനം കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താ? നമ്മളെല്ലാവരിലും എന്ത് സാധനമുണ്ട്? പാല് കൊടുക്കരുത് നമ്മൾ പറയാറുണ്ട്. നമ്മിലുള്ള എന്തിന് പാല് കൊടുക്കരുത്? നമ്മിലുള്ള പഴയ മനുഷ്യന് പാല് കൊടുക്കരുത്. പലപ്പോഴും അനേക ദൈവദാസന്മാർ ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ സ്വരം നമ്മെ കേൾപ്പിച്ചിട്ട് പോകുമ്പോൾ നാം എത്രമാത്രം ഹൃദയത്തിൽ അനുതാപത്തിൻ്റെയും മാറ്റത്തിൻ്റെയും ഒക്കെ വലിയ ആഗ്രഹത്തോടു കൂടിയാ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്.
പക്ഷെ കുറെ കഴിഞ്ഞു കഴിയുമ്പോൾ ശങ്കരൻ സ്റ്റിൽ ഓൺ ദ കോക്കനട്ട് ട്രീ. എന്തായാലും വലിയ ക്ഷമയുള്ള, നമ്മുടെ ബലഹീനതകളെയും നാം ആരാണെന്ന് വ്യക്തമായി അറിയാവുകയും ചെയ്യുന്ന നമ്മുടെ മഹാപുരോഹിതൻ എന്ന അധ്യാപകനായ കർത്താവിനായി സ്തോത്രം. എത്ര തോറ്റു തുന്നം പാടുന്ന വിദ്യാർത്ഥിക്കാണെങ്കിലും തൻ്റെ വിദ്യാലയത്തിൽ സീറ്റുണ്ട്. ഒരു പബ്ലിക് സ്കൂളിൽ പോയി ഒരേ ക്ലാസ്സിൽ 3-ലധികം വർഷങ്ങൾ തോറ്റ എന്തിനു പറയണു, ക്ലാസ് 9 അവർ ആഗ്രഹിക്കുന്ന പെർഫോമൻസ് കിട്ടിയില്ല എങ്കിൽ ഒന്ന് പൂരിപ്പിക്കാമോ, 10ാം ക്ലാസ്സിൽ ഇരുത്തില്ല. കാരണം അത് അവർക്ക് അവരുടെ റിസൾട്ടിനെ ബാധിക്കും, അഥവാ അവരുടെ സ്റ്റാറ്റസിനെ ബാധിക്കും. കർത്താവ് അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്. വളരെ ഉയർന്ന സ്റ്റാറ്റസാ. അല്പപ്രാണികളായിട്ടുള്ള നമ്മൾ നഴ്സറിയിലെങ്കിലും അഡ്മിഷൻ എടുക്കാവുന്ന രീതിയിൽ പാസ്സാവുന്നുണ്ടോ ദൈവത്തിനറിയാം. എങ്കിലും TC തന്ന് വിട്ടിട്ടില്ല. പഠിക്ക്. താഴെ എന്താ നടക്കുന്നത്? സംഭവത്തിലേക്ക് വരാം. താഴെ എന്താ നടക്കുന്നത്? ജനം പോയിട്ട് ആഹരോനോട് പറയാ, എന്താ, അതേ, തനി നാട്ടുഭാഷയെ പറയുകയാണെ, അതേ, അവരുടെ ആ വാക്യം, അത് ആ വാചകം നല്ല രസമാണ് അത് വായിക്കാനായിട്ട്. അത് എന്താ, നമുക്കൊന്ന് വായിക്കാം. ഞങ്ങളെ, 1-ാം വാക്യത്തിൽ തന്നെ ഉണ്ടല്ലോ, ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക്. മിസ്രയീം ദേശത്ത് നിന്ന് ആരാ അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നേ? മോശ. കർത്താവിൻ്റെ കാലത്ത് പോലും യഹൂദന്മാർ വേണ്ടും വണ്ണം കർത്താവിനെ ഗ്രഹിച്ചിട്ടില്ല, ഈ കാര്യങ്ങളും ഗ്രഹിച്ചിട്ടില്ല. കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, മോശ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ആ അപ്പം നിങ്ങൾക്ക് തന്നത് മോശയല്ല, എൻ്റെ പിതാവത്രേ. എന്തായാലും അക്ഷരീയമായിട്ടുള്ള ഒരു സത്യമാണല്ലോ. പോയി പറയാ, അതെ, ഞങ്ങളിവിടേക്ക് കൊണ്ടുവന്ന ആ കക്ഷിയുണ്ടല്ലോ മോശെ, പുള്ളിക്ക് എന്താ പറ്റിയേ ഞങ്ങൾക്കറിയില്ല. എനിക്കൊരു സംശയമുണ്ട്, അത് ഇതുവരെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. 40 ദിവസം മാത്രമായിരുന്നോ യഹോവ മോശയെ അവിടെ ആഗ്രഹിച്ചത്? എവിടെ? ബേണിംഗ് ബുഷിന്റെ അടുത്ത്. ജനം പാപം ചെയ്തതുകൊണ്ട് അവരുമായി വ്യവഹരിക്കുവാനായിട്ടാണോ ആ വലിയ ആത്മീയ സമ്പർക്കം ദൈവത്തിന് മുറിക്കേണ്ടി വന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം എനിക്ക് ഇന്നും അജ്ഞമാണ്. എന്തുമാവട്ടെ, ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ദൈവജനം, ഇത് യോശുവയെ പറ്റി പറയാന്ന് പറഞ്ഞിട്ട് ഈ കഥാപാത്രം ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ലല്ലോ. വരാം, ഞാൻ ആ സ്റ്റേജ് ഒന്ന് സെറ്റ് ചെയ്യുന്നതാ. ജനം എന്തായാലും ഒരു ടെമ്പററി ദൈവത്തിനെ കിട്ടി. മഹത്വമായവനെ, ഇസ്രായേലിന്റെ മഹത്വമായിരുന്നവനെ പുല്ല് തിന്നുന്ന, നമ്മളെ ചിലരുടെയൊക്കെ മുഖത്ത് പുഞ്ചിരി വരുന്നുണ്ട്. ഇസ്രായേലിന്റെ മഹത്വമായവന് പുല്ല് തിന്നുന്ന കാളയോട് പറയുന്നത് ആരാ? പരിശുദ്ധാത്മാവാണെന്ന് ഓർക്കുക. എഴുതുന്നതാണ് മോശെ.
എനിവേ, എന്നാൽ ഈ അധ്യായത്തിൽ വേറെ ഒരാളുണ്ട്. ആത്മീയമായിട്ടുള്ള വലിയ ദൈവിക കൂട്ടായ്മ ബന്ധമായിട്ട് മുന്നോട്ട് പോവുകയുമല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വം കേവലം പുല്ലു തിന്നുന്ന കാളയോട് സദൃശ്യരാക്കുന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹം പെട്ടിട്ടുമില്ല. ഹൂ ഈസ് ദാറ്റ്? ആരാത്? യോശുവ. ഈ കക്ഷി എവിടെയാ? ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് ഓടിച്ചിട്ടൊന്ന് പറയാമോ എൻ്റെ അടുത്ത്? ഈ യോശുവ എവിടെയാ? സീനായ് പർവ്വതത്തിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ മോശയോട് കൂടെ ഉണ്ടോ? കളിക്കാനിരുന്ന ജനത്തിന് മധ്യേ കൂടെ കളിക്കുന്നുണ്ടോ? എവിടെ അദ്ദേഹം? ഓക്കെ, ഒരു ഉത്തരം വന്നു. എനി അതർ ഇൻപുട്സ്? ഓക്കെ, നമുക്ക് ആ വാക്യം തന്നെ വായിച്ചു കളയാം. 17 വാക്യം. ജനം ആർത്തു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട്, അപ്പോ അവൻ മോശയോട് പറയണമെങ്കിൽ മോശ എവിടെ എത്തി? യോശുവയുടെ അടുക്കലെത്തി. അപ്പൊ യോശുവ എവിടെയാ? ആസ്ക് ക്വസ്റ്റ്യൻ ടു ബൈബിൾ. ആദ്യം പറഞ്ഞിരിക്കുന്നു മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുകയാ. ഓക്കെ, ആ സമയത്ത് യോശുവയുണ്ടോ? അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി യോശുവയെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ശ്രദ്ധയോടെ വായിച്ച ഒരു കാര്യം മനസ്സിലാവും. മോശ വന്നതിന് ശേഷം മോശയും യോശുവയും കൂടി ചില സ്റ്റെപ്പ് മുന്നോട്ട് പോയപ്പോഴാണ് എന്ത് കേൾക്കാൻ തുടങ്ങിയത്? പുള്ളിക്ക് ശബ്ദം കേട്ടു പുള്ളി. പക്ഷെ ആ ശബ്ദം എന്ത് ശബ്ദമാണെന്ന് തിരിച്ചറിയുവാനാകാത്തത്രം ദൂരത്താ. അല്ലെങ്കിൽ യോശുവയ്ക്ക് യുദ്ധശ്രുതി, അതിനായിട്ട് മുഴക്കുന്ന കാഹളത്തിന്റെ ശബ്ദം തിരിച്ചറിയാമോ ഇല്ലയോ? അറിയാമോ? യുദ്ധത്തിന് പുറപ്പെടേണ്ട സമയത്ത് ഒരു കാഹളം ഊതുന്നൊരു കാഹളം ഉണ്ടല്ലോ, അത് കേട്ട യോശുവയ്ക്ക് അറിയാമോ? അറിയാം. എങ്ങനെ മനസ്സിലാവും? എങ്ങനെ പറയാൻ പറ്റും? ഇതിനു മുമ്പ് ഒരു യുദ്ധം കഴിഞ്ഞുള്ളൂ, അതിൽ അദ്ദേഹമായിരുന്നു ദ ക്യാപ്റ്റൻ, ദ കമാൻഡ് ഓഫ് ഓപ്പറേഷൻ. പക്ഷെ ഇവിടെ അദ്ദേഹം വളരെ ദൂരത്തിലാണ്. ആദ്യം നിന്നിരുന്ന സ്ഥലത്ത് ഇത് കേൾക്കാനില്ലായിരുന്നു. മോശ വന്നു, മോശയോട് കൂടി പോകുന്ന സമയത്ത് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, എന്താ എഴുതിയിരിക്കുന്നത്? ജനം ആർത്തു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട് പാളയത്തിൽ യുദ്ധഘോഷം ഉണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ യോശുവയ്ക്ക്? കാഹളത്തിന്റെ ശബ്ദം എന്തുമാത്രം ചെല്ലും? അത് നിങ്ങൾ കയ്യിലിരിക്കുന്ന ഈ മുറം മൊബൈലിനോട് ചോദിച്ചാൽ മതി, അത് പറഞ്ഞു തരും. ട്രംപറ്റ് സൗണ്ട്. കാഹളം എന്തിനായിട്ടാ മുഴക്കുന്നത്? യുദ്ധത്തിന് പുറപ്പെടുവാനും യുദ്ധം അവസാനിപ്പിക്കാനും. യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരാളാണോ ഒരു സമൂഹമാണോ? ഒരു സമൂഹം. ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് ഇന്നത്തെ മാതിരി ഒരു DJ, ഒരു ഡോൾബി സിസ്റ്റം ഇല്ലാതെ വ്യക്തമായി കേൾക്കാമായിരുന്നു. സോ ഈ എല്ലാ വസ്തുതകളെയും നമ്മൾ നിരത്തി വെച്ചാൽ ഒരു സമാഹാരത്തിൽ എത്തിച്ചേരാം. എന്താ? പർവ്വതത്തിന്റെ ഉന്നതകളിൽ മോശയോടുകൂടെ യോശുവയില്ല. കാരണം ആരൊക്കെ ഇവിടെ കയറി വരണം എന്നുള്ള കാര്യത്തിൽ യഹോവ മോശയോട് കൃത്യമായി സംസാരിച്ചു. ആ ഗണത്തിൽ യോശുവയുടെ പേര് ഇല്ല.
2, ജനം പാപം ചെയ്ത് കുടിപ്പാനും കളിപ്പാനും ഇരുന്ന് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ മുഴങ്ങുന്ന ശബ്ദം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത വണ്ണം ദൂരത്തിൽ. നീ ആ സ്ഥലത്തിൻ്റെ പേര് പറയട്ടെ. എന്താ? പർവ്വതത്തിൻ്റെ ഫൂട്ട് ഹിൽസ്, അടിവാരം. കാത്തിരിക്കുക. എത്ര ദിവസമായിട്ട്? 40 രാവും 40 പകലുമായി ഒരു യുവാവ് തൻ്റെ ഗുരുവായിട്ടുള്ള തന്നെ നയിക്കുന്നവനായ അല്ലെങ്കിൽ തൻ്റെ യജമാനനായ മോശയുടെ വരവും കാത്ത് ഇരിക്കുക. മോശയ്ക്ക് വിശപ്പും ദാഹവും ഉണ്ടായിരുന്നോ? നമുക്കറിയില്ല, വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്തായാലും അവിടെ കുക്ക് ചെയ്ത് കഴിച്ചോ, അതോ ഇനി ദൈവം എന്തെങ്കിലും കൊടുത്തോ? നോ ഐഡിയ. ജനം എപ്പോഴും ശാപ്പാടാ. യോശുവയ്ക്കും ഒറ്റയ്ക്കാ. എന്തോ ഒരു വലിയ തിരഞ്ഞെടുപ്പാണെന്നൊന്ന് ആലോചിച്ച്. ഈ 40 ദിവസത്തിന് ശേഷവും മോശ ഇറങ്ങി വന്ന് യോശുവയെ കൂട്ടുന്നത് കൊണ്ടാണ് യോശുവ പാളയത്തിന് നേരെ ചെല്ലുന്നത്. ഇനി അടുത്ത വാക്ക് ശ്രദ്ധിക്കാം. അടുത്ത വാക്യം, പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു. അതിന് അവൻ, ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റു നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതിഗാനം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. മോശയ്ക്ക് ഈ അറിവ് എവിടെ നിന്നാ കിട്ടിയത്? ഓൾറെഡി ദൈവം അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്, നീ ഇറങ്ങി ചെല്ലുക, നീ ഇറങ്ങി ചെല്ലുക. പലപ്പോഴും ദൈവവേലയ്ക്കായിട്ട് ദൈവം നമ്മെ വിളിക്കുകയോ ആ രീതിയിൽ നമ്മെ തിരഞ്ഞെടുത്ത് വേർപെടുത്തുകയോ ചെയ്യുമ്പോൾ നമുക്കൊരു പക്ഷെ പലപ്പോഴും വിളി അവ്യക്തമായിരിക്കാം. കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ വെച്ച് നടന്ന ഏകദിന യൂത്ത് എന്താ വിളിക്കുന്നതെന്ന് അറിയില്ല, സെമിനാറോ കോൺഫറൻസോ ഐ ഡോണ്ട് നോ, ഒരു ദിവസത്തെ മീറ്റിംഗ്, അതിൽ ചില 1-2 പേർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ദൈവം തൻ്റെ വേലയ്ക്കായിട്ട്, പൂർണ്ണസമയ വേലയ്ക്കായിട്ട് വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പീരീഡിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു. അവ്യക്തമായിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ ഒരു ദൈവ പൈതലിന് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇവിടെ യോശുവ ചെയ്തത്. എന്താ ചെയ്തത്? തൻ്റെ യജമാനൻ തന്നോട് എവിടെയായിരിക്കുവാനായിട്ട് കൽപ്പിച്ചോ അദ്ദേഹത്തിൻ്റെ വരവ്, അദ്ദേഹം വരുന്നത് വരെ അതേ നിലയിൽ മുന്നോട്ട് തുടർന്നു. ക്ഷമ ആർക്ക് കെട്ടു? ജനത്തിന് ക്ഷമ കെട്ടു, അഹരോന് ക്ഷമ കെട്ടു. അപ്പോഴും ആർക്ക് ക്ഷമ കെടുന്നില്ല? യോശുവയ്ക്ക് ക്ഷമ കെടുന്നില്ല. കാരണം തൻ്റെ യജമാനൻ എന്തു പറയുന്നുവോ അത് അതുപോലെ തന്നെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് യോശുവ. ഇന്ന് എന്നെ കേൾക്കുന്നവരായി ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ ഒരുപാട് പേരുണ്ടല്ലോ. ഞാനിപ്പോൾ പറയുന്നത് സ്ഥലസഭ നടത്തുന്ന സുവിശേഷ പ്രവർത്തനങ്ങളിൽ അതിൽ പോകാനായിട്ട് ദൈവം എനിക്ക് പ്രത്യേകിച്ചൊരു വിളി തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് അത് കിട്ടിയിട്ട് അതല്ല ഞാൻ പറയുന്നത്. ഓൻ ചിരിക്കുന്നത് പോലെ അതല്ല ഞാൻ പറയുന്നത്. ദൈവം എന്നെ 21 വർഷം മുൻപ് വിളിച്ച് അയച്ചതുപോലെ ആ രീതിയിൽ
അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കായി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ഉദ്യോഗത്തിൻ്റെ മധ്യേയോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ വ്യക്തമാകുന്നത് വരെ, വ്യക്തമായി ദൈവീക സ്വരം കേൾക്കുന്നത് വരെ എന്ത് ചെയ്യണം? നാം ഏത് സ്ഥലം സഭയുമായിട്ട് ആരാണോ നമുക്ക് വേദം ഓതിത്തരുന്നത്, നമ്മെ കർത്താവിൻ്റെ വഴികളിൽ നടത്തുന്നത്, അവർക്ക് കീഴ്പ്പെട്ട് വിശ്വസ്തയോടുകൂടെ ആയിരിക്കണം. That's a wonderful thing. ഭൂരിഭാഗം എന്ത് ചെയ്യുന്നു എന്ന് ഈ 40 ദിവസമൊക്കെ ഒരു ചെറുപ്പക്കാരൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്യാൻ വി ഡു ദാറ്റ്? മോശയുടെ പോലെ അവിടെ ദൈവിക അരുളപ്പാട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലുമൊക്കെ ആയിട്ട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ബട്ട് ഹീ ഈസ് ജസ്റ്റ് വെയിറ്റിംഗ് അറ്റ് ദ ഫുട് ഹിൽസ് all alone, just because of one thing. Moses commanded him to wait here until he comes down. യോശുവയ്ക്ക് ചോദിച്ചുകൂടെ തിരിച്ചു വരണ വരികയോ എന്ന് പറഞ്ഞാ? എൻ്റെ ചേച്ചി എപ്പോഴും വരണ കാര്യം ചോദിക്കുമ്പേ എപ്പോഴും ചോദിക്കാറുണ്ട്, ഏത് വർഷം, ഏത് മാസം, ഏത് ദിവസം, ഏത് ട്രെയിൻ, എത്രാമത്തെ കോച്ച്. എന്നാൽ മമ്മി ഇത്രയും കൂടി സിവിയറാ, നീ കയറി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. കാരണം അവർ ക്ഷമിക്കുന്നു, പറഞ്ഞു പറ്റിക്കാറുള്ളതാ. അണുവിട പോലും യോശുവ വ്യതിചലിച്ചതായി വചനത്തിൽ എഴുതിയിട്ടില്ല. 40 ദിവസം ആരോടും ഒന്നും ചർച്ച ചെയ്യാതെയോ അല്ലെങ്കിൽ പാളയത്തിൽ പോയി അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വരാതെയോ എൻ്റെ യജമാനൻ ചിലപ്പോ ഇന്ന് വന്നേക്കാം, നോ ഇപ്പോ വന്നേക്കാം, നോ വരുന്ന സമയത്ത് ഞാൻ ഉണ്ടായില്ലെങ്കിൽ അത് ഇറ്റ്സ് ബാഡ്. ഇതുപോലെ ഒരു ആഹ്വാനമാണ് ദൈവജനമായ നമ്മോട് ആര് പറഞ്ഞിട്ട് പോയത്? അതൊന്ന് ഒരു കൽപ്പനയിലൊന്ന് കാണാം. ഓക്കെ, യോശുവ എന്തായാലും വേറെ സ്ഥലത്ത് പോയിട്ടില്ല. ഇനി മോശയെ അന്വേഷിച്ച് ചിലരൊക്കെ ഒന്ന് പുറപ്പെട്ടു എന്നിരിക്കട്ടെ. ഈ മലയുടെ അടുത്താണല്ലോ വരാത്ത, ഒരു വട്ടം വെച്ചിട്ടുണ്ടല്ലോ, അവിടം വരെ വരാമല്ലോ. ആട്ടിടയരുടെ ഭാഷയിലൊന്ന് പറയട്ടെ, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെയാ. ഞങ്ങളുടെ നാടും ദേശത്ത് അവിടെ കാർബി ആംഗ്ലോങ്ങിൽ ഇപ്പോഴും അങ്ങനെയാ. എരുമേനെയൊക്കെ മേയ്ക്കാനായിട്ട് പോയി 1-2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നില്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചു പോവും. എന്നിട്ട് എന്താ ചെയ്യണേന്നറിയാമോ? നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന പോലെ ഓരോ ഡയറക്ഷനിൽ പോയി ഇങ്ങനെ നിന്നിട്ട് അങ്ങനെയല്ല, അവരുടെ ഭാഷയിൽ വേറെയാ. കേട്ട് അവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ എന്തു പറയും? തിരിച്ചു വിളിക്കും. അങ്ങനെ ചിലർ പോയെന്ന് വിചാരിക്കുക, പോയി യോശുവയെ കണ്ടെത്തി എന്ന് വിചാരിക്കുക. എന്താ ചോദിക്കുക? ചെങ്ങാതി, യജമാനൻ എന്തിയെ? അതിപ്പോ നിങ്ങളും കേട്ടതല്ലേ, പർവ്വതത്തിൽ കയറി വരാൻ പറഞ്ഞത്. നീ ഇവിടെ എന്തൊന്ന് ചെയ്യണത്? പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. യജമാനൻ എന്നോട് എന്തു പറഞ്ഞു? ഞാൻ ഇറങ്ങി വരുവോളം ഇവിടെ നിൽക്കാൻ പറഞ്ഞു, ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പുള്ളിയുടെ വിവരം കിട്ടാൻ ഒരു വഴിയില്ലേ, ഒരു രക്ഷയില്ല. അങ്ങടെ അടുത്തില്ലെന്നാ പറഞ്ഞേക്കണേ.
ഓക്കെ, എന്നാൽ നീ ഒന്ന് വാ, ഇത് എത്ര ദിവസം ഒന്നും കണ്ട ഇവിടെ ഇരിക്കണേ, ജസ്റ്റ് ഒന്ന് വന്ന് എന്താ പറയുക, നമ്മുടെ ഭാഷ ഒന്ന് റിഫ്രഷ് ആയിട്ട് വാ. കാൽപ്പനികമായിട്ട് ചിന്തിക്കുക, മനുഷ്യരാണല്ലോ. യോശുവ എന്ത് മറുപടി പറഞ്ഞു കാണും? ആ റിഫ്രഷ്മെന്റിനേക്കാളും അദ്ദേഹം പറഞ്ഞിട്ട് പോയൊരു വാക്കുണ്ട്, ഞാൻ വരുന്ന സമയത്ത്, ഞാൻ റിഫ്രഷ് ചെയ്യാൻ വരുന്ന സമയത്ത് അദ്ദേഹം വന്നാൽ ഞാൻ കള്ളനായിത്തീരും. അല്ല, അതിന് പുള്ളി പറഞ്ഞിട്ടുണ്ടോ പോയി ഇന്ന് വരുമെന്ന്? ദിവസവും സമയവും പുള്ളി പറഞ്ഞിട്ടല്ല പോയത് യജമാനൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധയോടെ ഞാൻ ഇവിടെ ആയിരിക്കാൻ ഇഷ്ടപ്പെടും. ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. യോശുവ അങ്ങനെ തിരഞ്ഞെടുക്കുവാനായിട്ട് കാരണം ചിലതൊക്കെ ഉണ്ട്. മോശയോട് കൂടെയുള്ള ദൈവിക സാന്നിധ്യത്തെ പറ്റി യോശുവയ്ക്ക് നല്ല നിശ്ചയമായിരുന്നു. കാരണം അത് കേവലം ഒരു കേട്ടറിഞ്ഞ സത്യം മാത്രമല്ലായിരുന്നു. യോശുവ സ്വന്തം കണ്ണാലെ കണ്ടറിഞ്ഞതും, സ്വന്തം കാതത്താൽ കേട്ടറിഞ്ഞതും, സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതും. എല്ലാവരെ കൊണ്ടും പരിശുദ്ധാത്മാവ് ലേഖനമൊക്കെ എഴുതിപ്പിച്ചു. പക്ഷെ യോഹന്നാൻ എഴുതിയപ്പോൾ യോഹന്നാൻ എന്ത് എഴുതി തൻ്റെ ലേഖനത്തിൽ? ആകയാൽ ഞങ്ങൾ ആദ്യം മുതൽ കണ്ടതും, ഓക്കെ, പിന്നെ കേട്ടതും, പിന്നെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ വളർന്നു വരുന്ന ഈ യുവത്വത്തിലാണ്, ഈ തലമുറയിലാണ്. ഇന്നോ നാളെയോ ഇവരുടെ കയ്യിലേക്കൊക്കെയാണ് സ്ഥലം സഭകൾ ചെന്നെത്തുന്നത്. മോശയുടെയും യോശുവയുടെയും ജീവിതത്തിൽ ജീവനുള്ള സാന്നിധ്യമായി രുചിച്ചറിയുവാൻ ഉപലബ്ധനായിരുന്ന കർത്താവ്, അവൈലബിൾ ആയിരുന്ന കർത്താവ്, അവരെ നടത്തുന്ന സഭാമൂപ്പന്മാർ, ശുശ്രൂഷകന്മാർ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, അവരുടെ ജീവിതത്തിലും അവൻ ജീവിക്കുന്നവനാണ് എന്ന് നമ്മുടെ ഈ യുവതലമുറ കേട്ടറിയണം, കണ്ടറിയണം, ദെൻ തൊട്ട് രുചിച്ച് പുളിയാണോ, മധുരമാണോ, കയ്പാണോ, അത് ഇതെല്ലാം ഉണ്ടെങ്കിലും നല്ലതാണോ? എപ്പോഴും നന്മയായിട്ടുള്ള കാര്യങ്ങൾ മധുരമാകണമെന്നില്ല, ആണോ? റിയലി? രോഗം മാറുവാൻ കഴിക്കുന്ന മരുന്ന് മധുരമാണോ? എന്താ അത്? മലേറിയ മാറുവാനായിട്ട് കഴിക്കുന്ന ക്വിനൈൻ ടാബ്ലറ്റ്സ്, അതിൻ്റെ ഒരല്പമെങ്കിലും നാവുമേ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ ആ രസം ഇളകിയ, ഞാനൊക്കെ 1/4 കിലോ ശർക്കര കഴിച്ചിട്ടുണ്ട്. എന്നാലും ഏമ്പക്കം വരുമ്പോ കയ്പാ. പക്ഷേ 3-4 ദിവസം ഈ കയ്പ് ഇറക്കി കഴിഞ്ഞാ അസുഖം താൽക്കാലികമായിട്ട് മാറും, ഒരു നന്മയാണ്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൊച്ചുമക്കളോട് ദൈവം നടത്തിയിട്ടുള്ള വിധങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിതം എന്ന് പറയുന്നത് റോസാപ്പൂവായിട്ട് അവർക്ക് ഒരിക്കലും തോന്നരുത്. ദൈവം നമ്മെ എങ്ങനെ നടത്തിയോ, അത് കയ്പാണെങ്കിലും അത് എന്താണെങ്കിലും അതായിരിക്കുന്ന രീതിയിൽ തന്നെ അവരോട് പറയുക, അതേ രീതിയിൽ അവർക്ക് ദൃശ്യമാക്കുക, അതേ രീതിയിൽ തന്നെ അവർ അത്
തൊട്ട് രുചിച്ചറിയുവാൻ ഇടയാക്കുക. കുറെ നാൾ കഴിഞ്ഞ് ഒരുത്തിനോടൊക്കെ വലുതായി സ്വന്തം ഫ്രണ്ട്സിനോടൊക്കെ സുവിശേഷം പറയുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിനെ പറ്റി പറയുമ്പോ ഉണ്ടല്ലോ, അവര് പറയും, എടാ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കോട്ടെ. അല്ല, ഒരു സ്റ്റെപ്പും കൂടി കടന്നാ അവർ വന്നിട്ട് പറയും, എടാ ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ, നാളെ ഇന്ന കാര്യമുണ്ട്. എടാ അപ്പന് പനി പിടിച്ച ആശുപത്രിയിലാ, നീ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളാ, പക്ഷെ അവരുടെ മനസ്സിൽ അത് ചെലുത്തിയിരിക്കുന്ന സ്വാധീനം വലുതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരായവർ, ശുശ്രൂഷകന്മാരെല്ലാം, ഞാൻ ഇന്നലെയും പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ ഒന്നും കാണാതെ ഒന്നും അറിയാതെ ഒന്നും ഒരാൾക്ക് വേണ്ടി എന്ന് വരും എന്നറിയാതെ 40 ദിവസം പർവ്വതത്തിൻ്റെ അടിയിൽ പോയി ഇരുന്നിട്ടുണ്ടോ ഒറ്റയ്ക്ക്? നല്ല രസമായി. ഇപ്പം ഈ മുഴുവൻ വെളിച്ചോ എല്ലാം സെക്യൂർ ആയിട്ടിരിക്കണ ഈ സ്ഥലത്ത് ഇരുന്ന് ഇത് ചിന്തിക്കാൻ നല്ല സുഖ. ആർക്കെങ്കിലും ഇരിക്കണമെന്ന് താല്പര്യമുണ്ടോ? ആരോ ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞ, അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്ഥലം ഇപ്പോഴും അവൈലബിളാ, എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറയാനാ. പിന്തിരിഞ്ഞു പോകുവാനും ഭയപ്പെടുവാനും നിരാശപ്പെടുവാനും അവിടെ നിന്ന് ഓടുവാനുമായിട്ടുള്ള സാഹചര്യങ്ങളാൽ മാത്രം നിറയപ്പെട്ട സ്ഥലമാണ് എന്ത്? ഫുട് ഹിൽസ്, താഴ്വാരങ്ങൾ. ഒന്നും കാണാതെയല്ല ആ യുവാവ് അവിടെ അത്രയും ദിവസം കാത്തിരുന്നു. എന്തുമാത്രം സ്വാധീനം ജീവിക്കുന്ന ദൈവം തൻ്റെ യജമാനായ മോശയുടെ ജീവിത നിമിത്തം ആ യുവാവിൽ ചെലുത്തിയിട്ടുണ്ടാവും. ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്. മുഴുവൻ സഭ വേറൊരു രീതിയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുക. പർവ്വല്ലേ? ദൈവം ഈ രീതിയിലുള്ള കാഴ്ചപ്പാടിലേക്ക് ഉയർത്തട്ടെ. ജീവിതത്തിലൂടെ വരച്ചു കാണിക്കുന്ന പാഠങ്ങൾക്ക് 1000 വാമൊഴിയേക്കാൾ ശക്തിയുണ്ട്. എന്തായാലും 5 മിനിറ്റ് കൂടി ആ ക്ലോക്കിലുണ്ട്. ഈ ക്ലോക്കും അതേ സമയം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഈ സ്ലൈഡ് ജസ്റ്റ് നിങ്ങളൊന്ന് കാണുക. ഇതുവരെ ഈ 20 വർഷക്കാലം കർത്താവ് കാർബി ആംഗ്ലോങ് എന്ന് എഴുതിയിരിക്കുന്ന ജില്ലയിൽ ബൈദ ഗ്രാമത്തിലും ചുറ്റുപരിസരത്തുള്ള ഗ്രാമത്തിലും എന്തുമാത്രം മാറ്റങ്ങൾ സുവിശേഷത്തിൻ്റെ ശക്തിയാൽ ആ സമൂഹത്തിൽ ചെയ്തു എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 72 വയസ്സ് കഴിഞ്ഞവർ വരെ അവിടെ വന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ പഴയ പോലെ നടക്കേണ്ട ആവശ്യമില്ല, വണ്ടിയുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി ആ ഗ്രാമം വരെ ചെല്ലും. ആ എഴുതിയിരിക്കുന്നതൊക്കെ ഇതിനെ പറ്റിയുള്ള വിശദീകരണങ്ങളാണ്. ആ ജനതയുടെ പേര്, അവർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെയാണ്. വിദ്യാലയം, അതിൽ കൂടി വരുന്ന കുട്ടികൾ, ഇതാണ് ആദ്യത്തെ ബാച്ച്, ആദ്യത്തെ സ്കൂൾ ബാച്ചാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആദ്യ നാളുകളിലുള്ള കെട്ടിടങ്ങൾ. ഇതിപ്പോഴുള്ള
കുട്ടികളും അധ്യാപകരും സ്കൂൾ കെട്ടിടവുമാണ്. ഇതാണ് സ്കൂളിന്റെ പേർ. അവിടെയുള്ള സ്ഥലം സഭ, അതിൽ കൂടി വരുന്നവർ. അത് മമ്മിയും ഡാഡിയും വന്നപ്പോ ഉള്ള എടുത്ത്. ഇതൊക്കെയാണ് ഞങ്ങൾ അവിടെ കൂടി വരുന്നവർ. അസംബ്ലിയിൽ ഞങ്ങൾ കൂടി വരുന്നവനാണ്. അവിടെ വലിയ ജോയ് മോസസ് എന്ന് പറയുന്ന ഒരു അങ്കിളുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് ഒരു പ്രത്യേക ശുശ്രൂഷയുള്ള ബന്ധത്തിൽ വന്നതാണ്. ഇത് ആ കാൻഡിഡേറ്റ് ആണ് അവിടെ ഇരിക്കുന്നത്. ഇത് മമ്മിയും ഡാഡിയും അവിടെ ഈ കുഞ്ഞു മോളൊക്കെ ആയിട്ട് വന്നപ്പോൾ എടുത്ത പടങ്ങളാണ്. അവിടെയുള്ള വാനരസേനയും എല്ലാം ഇതിലുണ്ട്. ഇത് അവിടെ കുറച്ച് നാൾ, ഒരു 1.5 വർഷത്തോളം സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുവാനൊക്കെ ആയിട്ടും സഹായത്തിനായിട്ട് വന്നതാണ് ഇദ്ദേഹം. ഇപ്പോൾ അവിടെ ഇല്ല. ഇത് അവിടെ 160 വർഷം മുൻപ് സുവിശേഷവുമായി എത്തിയ കാർബി ഭാഷയ്ക്ക് ബൈബിളും സത്യവേദ പുസ്തകവും പാഠപുസ്തകവും ഒക്കെ കൊടുക്കുവാൻ ദൈവം എടുത്ത് ഉപയോഗിച്ച ദൈവദാസന്മാരാണ്. ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ബൈദ എന്ന ഗ്രാമത്തിലേക്ക്. ഇതൊക്കെ അവിടുത്തെ വിഭവങ്ങളാണ്. ആകാശത്ത് നിന്ന് നോക്കിയ ഞങ്ങളുടെ സെറ്റിൽമെന്റ് ദാ ഇങ്ങനെ കാണും. വഴി ഇതൊക്കെ ഇപ്പോ വഴി വന്നതിന് ശേഷം ദൈവം തന്ന വണ്ടികളാണ്. ഇതവരുടെ ഉത്സവങ്ങളാണ്. ബൈദയിലേക്ക് വരാൻ പ്രാർത്ഥനയും ശ്രമവും നിങ്ങൾ ചെയ്യുമെന്ന് കരുതുന്നു. ഇനി അതും സാധിച്ചില്ല എങ്കിൽ യുവാക്കന്മാരെ ഒന്ന് ഉത്സാഹിപ്പിച്ച് ഒരു 1-2 ദിവസത്തേക്കൊന്ന് പറഞ്ഞു വിടുക. ഒരുപാട് രീതിയിലുള്ള ശുശ്രൂഷകൾക്ക് കൈത്താങ്ങൽ നൽകാൻ 1-2 ദിവസം അവർക്ക് സാധിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.